നമസ്കാരം. സാമൂഹിക മാധ്യമങ്ങളിലുണ്ടായ സൈബർ അധിക്ഷേപങ്ങൾക്ക് പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ യുവാവ് ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി എന്ന നിലയിൽ അന്വേഷണം നേരിടുന്ന ഷിംജിത മുസ്തഫ സംസ്ഥാനം വിട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. ബംഗളൂരുവിലേക്കാണ് ഷിംജിത കടന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. കേസിൽ നിർണായകമായ ദീപകിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഫോൺ കണ്ടെത്തുന്നതടക്കമുള്ള നടപടികൾ പോലീസ് പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ഷിംജിത മുൻകൂർ ജാമ്യം നേടുന്നതിനുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായും സൂചനകളുണ്ട്. ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിലൂടെയും ശക്തമായ പ്രതിഷേധങ്ങളും ചർച്ചകളും തുടർന്ന സാഹചര്യത്തിലാണ് കേസിലെ പുതിയ നീക്കങ്ങൾ. സംഭവത്തിൽ ആത്മഹത്യക്ക് പ്രേരണമായ സാഹചര്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ലൈംഗിക അതിക്രമം നടന്നുവെന്ന് യുവതി ആരോപിച്ച സ്വകാര്യ ബസ്സിലെ ജീവനക്കാരുടെ മൊഴിയടക്കമാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചുവെങ്കിലും യുവതിയുടെ ആരോപണം തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ദീപക് എന്ന ചെറുപ്പക്കാരൻ ആരോപണ വിധേയനായി ആത്മഹത്യ ചെയ്യുന്നതിന് കാരണമായ ബസ്സിലെ CCTV ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുന്ന അൽ അമീൻ ബസ്സിലെ സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങളാണ് അധികൃതർ പുറത്തുവിട്ടത്. നല്ല തിരക്കുള്ള ബസ്സിലേക്ക് ആദ്യം യുവതി കയറുന്നതും തൊട്ടു പിന്നാലെ ദീപക് കയറുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ യുവതി ആരോപിച്ചതുപോലെ ദീപക് ബസ്സിലുണ്ടായിരുന്ന മറ്റു സ്ത്രീകളെ ശല്യം ചെയ്യുന്നതോ മോശമായി പെരുമാറുന്നതോ ആയ യാതൊരു തെളിവുകളും ആ CCTV ദൃശ്യങ്ങളിലില്ല. അതേസമയം ബസ്സിലെ കണ്ടക്ടർക്ക് പറയാനുള്ളതും മറ്റൊരു കഥയാണ്. ദീപക് ആരെങ്കിലും ശല്യം ചെയ്തതായി തനിക്ക് പരാതിയൊന്നും കിട്ടിയിരുന്നില്ല. ആരെയും ശല്യം ചെയ്യുന്നത് താൻ കണ്ടിരുന്നില്ല എന്നുമാണ് ബസ്സിലെ കണ്ടക്ടർ പറയുന്നത്. അത് മാത്രമല്ല, CCTV ഉള്ള ബസ് ആയതുകൊണ്ട് തന്നെ ആരും അത്തരം അതിക്രമങ്ങൾക്ക് മുതിരുവാൻ സാധ്യതയില്ലെന്നും അവർ പറയുന്നു. ഇതോടെ ദീപകിനെതിരെ യുവതി ഉന്നയിച്ച ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ദീപകിന്റെ ചിതയിലെത്തി അണയും മുൻപേ ആ യുവതി സംസ്ഥാനം വിട്ടതായും വിദേശത്തേക്ക് കടന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മുൻ ജനപ്രതിനിധിയും സാമ്പത്തികമായി ഏറെ ഉന്നത സ്വാധീനമുള്ള കുടുംബത്തിലെ അംഗവുമാണ് യുവതി. പോലീസിന്റെ ഇടപെടൽ വൈകിയതാണ് ഇവർക്ക് വിദേശത്തേക്ക് കടക്കുവാൻ അവസരമൊരുക്കിയതെന്നാണ് ദീപകിന്റെ സുഹൃത്തുക്കൾ ആരോപിക്കുന്നത്. ദീപകിന്റെ ആത്മഹത്യയെയും വിശകലനം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് ശ്രദ്ധ നേടുന്നുണ്ട്. ഷിംജിത ഈ കേസിൽ ഒരു കണ്ടന്റ് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നാണ് ഷബ്ന ഷംസു എന്ന ഒരു പെൺകുട്ടി ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിക്കുന്നത്. സ്വന്തം മാരടത്തിൽ ഒരാൾ മനഃപൂർവ്വം കൈമുട്ടുകൊണ്ട് തട്ടുന്നുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള പെണ്ണിന്റെ ചുണ്ടിൽ ഒരിക്കലും ചിരി വരില്ലെന്ന വീഡിയോയിലെ ഷിംജിതയുടെ ഭാവങ്ങളെ മുൻനിർത്തി അവർ ചൂണ്ടിക്കാട്ടുന്നു. ദീപക് ഒരു അന്തർമുഖനായിരുന്നു. തന്റെ ചെറിയ ലോകത്ത് അന്തസ്സോടെ ജീവിച്ച ഒരാളുടെ മേൽ പെട്ടെന്നുണ്ടായ അപകീർത്തി അയാളെ തകർത്തു കളഞ്ഞു. ചെയ്യാത്ത കുറ്റം തെളിയിക്കുവാൻ നിൽക്കാതെ അയാൾ ജീവിതം അവസാനിപ്പിച്ചത് ആത്മാഭിമാനം തകർന്നതുകൊണ്ടാകാം. അവൾ മാത്രമാണ് ശരിയെന്ന് വാദിക്കുന്ന സ്യൂഡോ ഫെമിനിസ്റ്റുകൾ ഫെമിനിസം എന്ന ആശയത്തെ വികലമാക്കുകയാണ്. റീച്ചിനും പബ്ലിസിറ്റിക്കും വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഇക്കൂട്ടർ യഥാർത്ഥ അതിജീവിതകളെ അപമാനിക്കുകയാണെന്നും ഷബ്ന കുറിക്കുന്നുണ്ട്. ഫെമിനിസം എന്നത് സ്ത്രീ പുരുഷ വിദ്വേഷമല്ല, മറിച്ച് മനുഷ്യത്വമാണ്. ചതിക്കപ്പെടുന്നവരും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നവരുമായ ആണും പെണ്ണും ട്രാൻസും അടങ്ങുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതാണ് ശരിയായ നിലപാടെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. ഓരോ മനുഷ്യന്റെയും ജീവിതം ഉള്ളം കയ്യിൽ പിടിച്ച റോസാപ്പൂവ് പോലെയാണെന്നും സ്നേഹത്തോടെ തലോടുമ്പോൾ മണമുണ്ടാകുമെന്നും എന്നാൽ അമർത്തി ഞെരിക്കാൽ ചോര പൊടിയുമെന്നും കുറിപ്പിൽ പറയുന്നു. ദീപകിന്റെ അമ്മയുടെ മുത്തേ എന്ന വിളി കാതിൽ മുഴങ്ങുന്നുണ്ടെന്നും നഷ്ടം ആ അമ്മയ്ക്ക് മാത്രമാണെന്നും പറഞ്ഞാണ് ഷബ്ന കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ദീപകിനെ പിന്തുണച്ചുകൊണ്ട് നടി സീമ ജി നായരും രംഗത്ത് വന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു വൈകാരികമായ കുറിപ്പ് പങ്കുവച്ചത്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഒരു ഗുഡ് ഈവനിങ് പോസ്റ്റ് ഇടാമെന്ന് കരുതിയാണ് ഇരുന്നത്, അതിനുള്ള മനസ്സായിരുന്നില്ല. മനസാക്ഷി ഉള്ളവർക്കാർക്കും ഈ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയില്ല. പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും ഏക അത്താണിയായിരുന്നവൻ. മുത്തേ, നീ ഇല്ലാതെ എങ്ങനെ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന ആ അമ്മയുടെ വാക്കുകൾ. ദൈവമേ, ആർക്കും ഈ ഗതി വരുത്തല്ലേ. ഒരിക്കലും കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത ആളായിട്ട് പോലും ദീപക് ഈ മരണം വല്ലാതെ വിളിക്കുന്നു. സ്ത്രീകൾക്ക് അനുകൂലമായി ചില നിയമങ്ങൾ വന്നത് മുതൽ അതിനെ ഏതു രീതിയിലും മിസ്യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ പലരും മറന്നു. അതിനുവേണ്ടി എത്ര കള്ളക്കഥകൾ മെനയുവാനും മടിയില്ല. എല്ലാവർക്കും റീച്ച് കൂട്ടുക, സമൂഹ മാധ്യമങ്ങളിൽ നിറയുക, റേറ്റിംഗ് കൂട്ടുക, ഇത് മാത്രമേ ഉള്ളൂ. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ നാടിന് തന്നെ ആപത്താകുന്ന രീതിയിൽ ഇത് മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല.
പലരും പറയുന്നത് കേട്ടു ദീപക് പിടിച്ചു നിൽക്കണമായിരുന്നുവെന്ന്. എങ്ങനെ പിടിച്ചു നിൽക്കും? എങ്ങനെ നേരിടും? വർഷങ്ങൾ കേസിന്റെ പുറകെ പോയി. നാട്ടിലും വീട്ടിലും നാണം കെട്ടവനായി എങ്ങനെ ജീവിക്കും? എല്ലാം കലങ്ങിത്തെളിയുമ്പോൾ അവനും കുടുംബവും അനുഭവിക്കാവുന്നതിന്റെ അപ്പുറം അനുഭവിച്ചിട്ടുണ്ടാകും. റീച്ച് കിട്ടാൻ വേണ്ടി പെണ്ണെന്ന് പറയുന്ന നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന് നീ അനുഭവിക്കും. ആ അമ്മയുടെ നെഞ്ചു പിളർക്കുന്ന വാക്കുകൾ മനുഷ്യനായി ജനിച്ച് ആർക്കും സഹിക്കാൻ കഴിയില്ല. നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ ഒരു ആപത്ത് വളർന്നു വരുവാൻ അനുവദിക്കരുത്. ദീപക്, താങ്കൾ പെട്ടെന്നെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒരു നിമിഷം നൊന്തുപെറ്റ അമ്മയും ആ പാവം അച്ഛനെയും ഒന്ന് ഓർത്തുകൂടായിരുന്നു എന്നാണ് സീമാജി നായർ കുറിക്കുന്നത്. ദീപകിനെതിരെ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ച യുവതിക്കെതിരായ കേസ് നടത്തിപ്പിൽ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ പ്രതികരിച്ചിരുന്നു. ദീപകിന്റെ മാതാപിതാക്കളെയും അദ്ദേഹം സന്ദർശിച്ചു. വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറത്തിറക്കണം. ഇതിനായി ഹൈക്കോടതിയിൽ ഹർജി നൽകും. സോഷ്യൽ മീഡിയ റീച്ചിന് പുരുഷന്മാരെ വേട്ടയാടുന്ന പ്രവണത ഇനി ഒരു പെൺകുട്ടിയും ആവർത്തിക്കരുതെന്നാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ദീപകിന്റെ കുടുംബത്തിന് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ 1 ലക്ഷം രൂപ ധനസഹായമായി നൽകുമെന്ന് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതാണ്. കഴിഞ്ഞ ദിവസമാണ് ദീപകിന്റെ ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. രാവിലെ വിളിച്ചപ്പോൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരെത്തി വാതിൽ ബലമായി തുറക്കുകയായിരുന്നു. അപ്പോഴാണ് ദീപക് മരിച്ചതായി കണ്ടതും. വസ്ത്രവ്യാപാരശാലയിലെ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയാണ് ദീപക്. ബസ്സിൽ വെച്ച് അപമര്യാദയെ പെരുമാറിയെന്ന തരത്തിലാണ് ദീപകിനെതിരെ വീഡിയോ പ്രചരിച്ചത്. ഇത് വ്യാപകമായി പ്രചരിക്കുകയും പലരും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ദീപക് ജീവനൊടുക്കിയത്. സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസ് ക്രൈംബ്രാഞ്ചോ CBIയോ അന്വേഷിക്കണമെന്നാണ് ആവശ്യം. അപകീർത്തികരമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് കേസെടുക്കണമെന്നും മെൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പ്രതിയായ യുവതി വിദേശത്തേക്ക് കടന്നുവെന്ന് സംശയമുണ്ട്. യുവതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുവാൻ നിർദ്ദേശം നൽകണമെന്നും മെൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണം. പ്രതിയായ യുവതിയെ പോലീസ് സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നുവെന്നും അസോസിയേഷൻ ആരോപിച്ചു. വ്യാജ വീഡിയോ പ്രചരിക്കുന്നതിന്റെ മാനസിക സമ്മർദ്ദം ദീപകിനുണ്ടായിരുന്നു. ഇക്കാര്യം ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. ദീപക് യുവതിയോട് മോശമായി പെരുമാറിയെന്നത് വ്യാജ പ്രചാരണമാണെന്നും ഹർജിയിൽ ആക്ഷേപമുണ്ട്. അഭിഭാഷകനായ MG ശ്രീജിത്ത് മുഖേനയാണ് മെൻസ് അസോസിയേഷൻ ഹർജി നൽകിയത്. ഷിംജിത വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് പക്ഷം പറയുന്നത്. എന്നാൽ സംസ്ഥാനം വിട്ട് മംഗളൂരിലേക്ക് എത്തിയെന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഷിംജിതയ്ക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി കഴിഞ്ഞു. ദീപകിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും പോലീസും കണ്ടെടുക്കേണ്ടതുണ്ട്. ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിലാണ് ഈ കേസ്. മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെയും സഹോദരന്റെയും അടക്കം മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. ആരോപണം വ്യാജമാണെന്നും തനിക്ക് മനോവിഷമം ഉണ്ടാക്കിയെന്നും മകൻ സൂചിപ്പിച്ചിരുന്നുവെന്നും ദീപകിന്റെ മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ദീപകിന്റെ സുഹൃത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.